രാജാവിന്റെ ഭയചകിതരായ പത്നിമാർ അവരുടെ രാജപുരോഹിതന്റെ സഹായം തേടിയപ്പോൾ അധികം താമസിയാതെ അവർക്കൊരു പുത്രൻ ജനിക്കുമെന്ന് അവരെ ആശീർവദിച്ചു. അതിനായി അവർക്കൊരു കഷായം ഉണ്ടാക്കി നൽകി പരസ്പരം ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ രാജാവിന്റെ പത്നിമാരെ പ്രേരിപ്പിച്ചു. അങ്ങനെ അസാധാരണമായൊരു ബന്ധത്തിന് ഇരുവരും തുടക്കം കുറിക്കുന്നു. വിധവകളായ സ്ത്രീകൾ പരമ്പരാഗതമായി ബ്രഹ്മചര്യം സ്വീകരിക്കുകയും സുഖമോ ആസ്വാദനമോ ഇല്ലാതെ ഏകാന്തമായ ഒരു ജീവിതശൈലി നയിക്കുകയും ചെയ്യണമായിരുന്നുവെന്നതാണ് അന്നത്തെ ആചാരം. ആധുനിക വിധവകളെ പ്രതിനിധീകരിക്കുന്ന തരത്തിൽ സ്വന്തം ജീവിതം കരുപ്പിടിപ്പിക്കുന്ന ഒരു യാത്ര ആരംഭിച്ചുകൊണ്ട് രാജ്ഞിമാരായ ചന്ദ്രയും മാലയും അവരുടെ ആചാരത്തെ ധിക്കരിച്ചു. രാജ്യം കാത്തു സൂക്ഷിക്കുന്നതിനുള്ള ഒരു ലൈംഗിക ഫലം എന്നതിലുപരി ഇണ ഇല്ലാതായപ്പോൾ രണ്ട് സഹഭാര്യമാർ തമ്മിലുള്ള ഒരു യഥാർത്ഥ പ്രണയകഥയുടെ തുടക്കമായിരുന്നു. അവരുടെ ആ ബന്ധം എന്ന വസ്തുതയിലാണ് ഇവിടെ യഥാർത്ഥ വിജയം. ആഗ്രഹത്തിന്റെ ദേവൻ എന്നും അറിയപ്പെടുന്ന കാമദേവൻ അവരിരുവരും ഒരുമിച്ച് കുളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ ലൈംഗിക ചേതനകളെ പോഷിപ്പിച്ചു.